ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്, പള്ളാത്തുരുത്തി. പള്ളാത്തുരുത്തിയിലെ പ്രകൃതി ഭംഗിയൊന്ന് കണ്ടാലോ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴ തീർച്ചയായും കണ്ടിരിക്കേണ്ട ലോകത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോക ടൂറിസം രംഗത്ത് തന്നെ കേരളത്തെ ഇത്രയധികം പ്രസിദ്ധമാക്കിയതിൽ ആലപ്പുഴയ്ക്കുള്ള പങ്ക് പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ 70% മുകളിൽ ആളുകൾ അവരുടെ ഇഷ്ടമേഖലയായി തിരഞ്ഞെടുക്കുന്നതും ആലപ്പുഴയാണ്. ഇതാ ഞാൻ പള്ളാത്തുരുത്തിയിലെത്തിയിരിക്കുന്നു. ഇവിടെ കരകൗശല വസ്തുക്കളും മറ്റും വിൽക്കുന്ന കടകൾ നമുക്ക് കാണാം. വളരെ മനോഹരമായ കരകൗശല വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, കൂട്ടത്തിൽ മുട്ടയും താറാമുട്ടയും ഒക്കെ കാണാം. തൊപ്പികളുണ്ട്, മുഖംമൂടികളുണ്ട്, വിശറിയുണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഈ കടയിൽ. കണ്ടോ, എല്ലാം വിൽക്കാനായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ പള്ളാത്തുരുത്തിയുടെ ഉൾഭാഗങ്ങളിലേക്കൊന്ന് പോകാം. നമുക്ക് കാണാം, ആളുകൾ തലയിൽ ചുമടുമായിട്ട് പോകുന്നത് കാണാം. രണ്ടാം കൃഷി ഇറങ്ങിയ സമയത്താണ് ഞാനിവിടേക്ക് എത്തിയത്. കണ്ടോ, കൊയ്തെടുത്ത നെല്ല് വള്ളങ്ങളിലും മറ്റും എത്തിച്ചിട്ട് അത് നേരെ ലോറിയിലേക്ക് കയറ്റുകയാണ്. കണ്ടോ, വലിയ വള്ളമാണ്. ധാരാളം തൊഴിലാളികളുണ്ട് ഈ നെല്ല് ലോറിയിലേക്ക് കയറ്റാനായിട്ട്. കണ്ടോ, നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും, ഒരുപാട് തൊഴിലാളികൾ. പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മുടെ ലോക്ക്ഡൗണിനൊക്കെ മുൻപ് എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴാണത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലർക്കും കണ്ടോ, അവിടെ ഇവിടെയായിട്ടൊക്കെ ചിലരൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആളുകൾ മാസ്ക് വയ്ക്കാതെയാണ് നിൽക്കുന്നത്. നമ്മുടെ ശക്തമായൊരു കോവിഡിൻ്റെ വരവിന് മുൻപുള്ള വീഡിയോ ആണ്. ഇനി പതുക്കെ ഞാൻ തിരിച്ച് നടക്കുകയാണ്. നമുക്ക് മറ്റ് ചില കാഴ്ചകൾ കൂടി കാണാനുണ്ട്. ഞാനിപ്പോൾ പള്ളാത്തുരുത്തി പാലത്തിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, വളരെ മനോഹരമായൊരു ദൃശ്യം. കണ്ടോ, പള്ളാത്തുരുത്തി പാലമാണ് ആ കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യം. പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. കണ്ടോ, അതിൻ്റെ താഴെ ചിലരൊക്കെ നിന്ന് കുളിക്കുന്നതും കാണാം നമുക്ക് പാലത്തിന് താഴെ. ഇത് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. കണ്ടോ, ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ. ആലപ്പുഴയെ ലോക വിനോദസഞ്ചാര മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഹൗസ് ബോട്ടുകളുടെ കടന്നുവരവാണെന്ന് പറയാം. ആലപ്പുഴയിലെ പള്ളാത്തുരുത്തിയിലാണ് ഭൂരിഭാഗം ഹൗസ് ബോട്ടുകളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിഥികളെ ഇവിടെ നിന്നും ഹൗസ് ബോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപായി വെൽക്കം ഡ്രിങ്ക് കൊടുത്താണ് സഞ്ചാരികളെ ബോട്ടുകാർ സ്വീകരിക്കുന്നത്. പിന്നെ കായലിലൂടെയും ചെറിയ തോടുകളിലൂടെയുമുള്ള യാത്ര. ബോട്ട് യാത്ര ആസ്വദിക്കുന്നതിനൊപ്പം കുട്ടനാടൻ ജനതയുടെ ജീവിതം നേരിട്ട് കണ്ടു മനസ്സിലാക്കുവാനും ഇത്തരം യാത്രകളിൽ സാധിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട കായലും കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലുമെല്ലാം ഈ യാത്രയിൽ കടന്നുപോകും. ഇനി പള്ളാത്തുരുത്തിയിലെ മറ്റൊരു കാഴ്ച. പള്ളാത്തുരുത്തിയിലേക്ക് എത്തുന്നവർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന മറ്റൊന്നാണ് ഈ പാലം. വളരെ സുന്ദരമായൊരു പാലം. ഈ പാലത്തിലൂടെ അക്കരെ കടന്നു കഴിഞ്ഞാൽ അതിവിശാലമായ നെൽപ്പാടങ്ങളാണ്. ഈ പാലത്തിൻ്റെ ഒരു സൈഡിൽ ഹൗസ് ബോട്ടുകൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നത് കാണാം.
പള്ളാത്തുരുത്തിയിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ഒരച്ഛനും മകനും ചൂണ്ടയിടുന്നതും കണ്ടു. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. തൽക്കാലം ഇവിടെ നിന്നും മടങ്ങാം. മറ്റൊരു വിശേഷവുമായി ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.